ഇന്ന് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഓണപരിപാടിയായിരുന്നു കേട്ടോ. സാധാരണ ഓണാവധിക്ക് മുന്നായിരുന്നു നമ്മൾ പ്രോഗ്രാം നടത്താറ്. ഇപ്രാവശ്യം നമ്മൾ ചെറുതായിട്ടൊന്ന് മാറ്റി കേട്ടോ. നമ്മളുടെ ഓണാവധി കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രോഗ്രാം നടത്തിയത്. എല്ലാവരുടെയും സമയമൊക്കെ വെച്ച് നമ്മൾ ഓണം കഴിഞ്ഞിട്ടാട്ടോ ഇപ്രാവശ്യം പ്രോഗ്രാം നടത്തിയത്. ഇന്നലെ ആയിരുന്നു അനിയത്തിയുടെ കല്യാണം. അങ്ങനെ കല്യാണ ക്ഷീണത്തിലൊക്കെ ഇരുന്നപ്പോഴാട്ടോ നമ്മുടെ ഈ ഫംഗ്ഷന്. എന്തായാലും ക്ഷീണമൊന്നും നമ്മൾ ഇവിടെ കാണിച്ചില്ല. നമ്മൾ രാവിലെ തന്നെ റെഡിയായിട്ട് പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ കുട്ടികൾ അത്തപ്പൂക്കളമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 അത്തപ്പൂക്കളം കേട്ടോ നമ്മൾ എല്ലാ വർഷവും ഇടാറ്. ഒന്ന് നമ്മുടെ ഓഫീസിൻ്റെ ഫ്രണ്ടിലും ഒന്ന് ക്ലാസ് റൂമിൻ്റെ ഫ്രണ്ടിലും. അങ്ങനെ ഏകദേശം ഒരു 11 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഈശ്വര പ്രാർത്ഥനയും ഉദ്ഘാടന കർമ്മവും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു തിരുവാതിര ഉണ്ടായിരുന്നു. തിരുവാതിര കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികളുടെ വക ചെറിയ ഡാൻസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളുടെ വകയും ചെറിയൊരു ഡാൻസ് ഉണ്ടായിരുന്നു. നമുക്ക് വലുതായിട്ടൊന്നും പ്രാക്ടീസ് ചെയ്യാൻ ഒത്തില്ല. കാരണം ഇതിൻ്റെ ഇടയിൽ 10 ദിവസം അവധി വന്നു. പിന്നെ എൻ്റെ കല്യാണത്തിരക്കും എല്ലാം കൂടെ ആയതുകൊണ്ട് നമുക്ക് അധികം പ്രാക്ടീസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നാലും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ ഡാൻസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ സദ്യയിലോട്ടാട്ടോ കടന്നത്. അങ്ങനെ സദ്യ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കേട്ടോ നമ്മൾ ഗെയിംസൊക്കെ നടത്തിയത്. പ്രായഭേദമന്യേ എല്ലാവരും ഒരുപാട് ഹാപ്പിയോടാട്ടോ നമ്മൾ എല്ലാ ഗെയിംസും നടത്തിയത്. അങ്ങനെ എല്ലാവരും വളരെ സന്തോഷത്തോടാട്ടോ പിരിഞ്ഞത്. വൈകിട്ട് ഒരു 5 മണി 5:30 വരെ നമ്മുടെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ എല്ലാ പരിപാടിയിലും പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനു മുമ്പ് നമുക്ക് ഇതുവരെ ഒരു വീഡിയോ ഇടാൻ ഒക്കാത്തതുകൊണ്ട് ആർക്കും ഒരു ഹാപ്പി ഓണം പറയാൻ പറ്റിയില്ല. ഓണം കഴിഞ്ഞുവെങ്കിലും എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും വക 1000 ഓണാശംസകൾ. എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ബൈ. ഇനി ഞങ്ങളുടെ ഡാൻസ് കൂടെ കാണാം കേട്ടോ. The